ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നത്ര തലവേദന പിടിച്ച കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദീപകിനെ മന്ത്രിയാക്കാമെന്ന് വാക്ക് തരുന്നത്. വെറുമൊരു മന്ത്രിയല്ല, സിഎം. നമസ്കാരം അംബികെ. താൻ കട്ടയും പടവും മടക്കി പണ്ടേ സ്ഥലം വിട്ടതല്ലേടോ, പിന്നെ ഇറങ്ങിയോ? പിന്നെ ഇറങ്ങി അംബികെ. അല്ല, എന്തോ കാര്യത്തിനാ? ഇപ്പോ ഇറങ്ങിയതേ നിന്റെ ആങ്ങളയുണ്ടല്ലോ, ആ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മ. അവന്റെ നാശം കാണാനാ. താൻ പോയേ തന്റെ പണി നോക്കണോ. തനിക്ക് അറിയാൻ പറ്റുന്ന പണി എന്തെങ്കിലും ചെയ്. അറിയാവുന്ന പണിക്ക് തന്നെ അംബികെ ഇപ്പോ ഈ അനന്തപിള്ള വന്നിരിക്കുന്നത്. അവൻ എനിക്ക് ചേർന്ന് എതിരാളി തന്നെ. അതാണ് ഞാൻ വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മത്സരത്തിനോ? എന്റെ ആങ്ങളയോടോ? അതെ, എന്താ സംശയം? അവൻ ഭരിച്ചതൊക്കെ മതി. ഇത്തവണ മന്ത്രി കസേരയിൽ നിന്ന് അവനെ ഞാൻ താഴെ ഇറക്കും. താൻ ഞൊട്ടും. തന്നെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ദേ, വെറുതെ റോഡിൽ കടന്ന് വീമ്പിളക്കാതെ പഴിന്ന് മാറണോ. എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല അംബികേ. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് എന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് വേണം. ഞാൻ വെറുതെ വഴിമുടക്കിയതല്ല. ഞാൻ അംബികയെ കാണാൻ തന്നെ വന്നതാണ്. വീട്ടിലേക്ക് കയറി വന്ന പ്രതാപവർമ്മ വെറുതെ സംശയിക്കും. അയാൾക്കാണെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ദേവിയാ. സ്വന്തം അമ്മയെ പോലെയാ ചേച്ചിയെ കാണുന്നത്. ചേച്ചി ശരിക്കാരാണെന്ന് ഈ എനിക്കല്ലേ അറിയൂ. എല്ലാം എനിക്കറിയാം അംബികെ. അംബിക വർമ്മയോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എണ്ണി 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 അങ്ങോട്ട് പറയട്ടെ. പാളയത്തിൽ നിന്ന് പട നയിക്കുന്നവള അംബികയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനില്ലാത്ത കഴിഞ്ഞ 7 വർഷങ്ങൾ അംബിക പ്രതാപവർമ്മയോട് രഹസ്യമായി നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും എനിക്ക് മനസ്സിലാവും. അയാളുടെ ദാമ്പത്യ ജീവിതം പണ്ടേ അംബിക തകർത്ത് കളഞ്ഞില്ലേ. ഇനി അയാളോട് എന്താ ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി നമുക്ക് നടുവിലൊരു പാലമിട്ടാലോ? അംബിക എന്തു പറയുന്നു? ഇത് ചില തെരുവ് നായ്ക്കളെ പോലെയാണല്ലോ. പരസ്പരം ചീറി അഴുക്കണണ്ട ഇപ്പൊ കടിച്ചീറെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടുമുട്ടിയ പിന്നെന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച് കമ്പനിയാവും. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ആ ലക്ഷ്യവുമായി ഞാൻ മുന്നോട്ട് പോവുകയും അത് നടപ്പാക്കുകയും ചെയ്യും. എന്റെയും അംബികയുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അംബിക എന്തു പറയുന്നു? ഞാനൊരു ഡീൽ വെക്കാം. അംബികയ്ക്കും കൂടി സ്വീകാര്യമായ ഒരു ഡീല്. എന്താ? കേൾക്കട്ടെ. അതിനു മുമ്പ് അംബിക എന്നോടൊപ്പം ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്.
ആദ്യം ഡീൽ എന്താന്ന് കേക്കട്ടെ. മുഖ്യ അജണ്ട പ്രതാപവർമ്മ ഇനി അധികാര കസേരയിൽ ഇരിക്കാൻ പാടില്ല. അവനെ ഏത് വിധേനയും ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കണം. പകരം തനിക്ക് ആ കസേരയിൽ ഇരിക്കണം. നോ, നെവർ. പിന്നെ എനിക്ക് ആ വക ഭരണത്തിലൊന്നും ഒരുവിധ താല്പര്യവുമില്ല അംബികെ. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോ അത്തരം മോഹങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അംബിക ചോദിക്കാം, എന്റെ മക്കളെ അധികാര കസേരയിൽ കയറ്റിയിരുത്തി വാഴിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന്. അതും ഇല്ല. കാരണം എന്റെ മക്കൾക്ക് കേരള പൊളിറ്റിക്സിൽ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ പോലും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ പ്രതാപനെ ഭരണത്തിൽ നിന്ന് ഇറക്കിയ ആരായിരിക്കണം ആ കസേരയിൽ ഇരിക്കേണ്ടത്? അതാണ് ഞാനും അംബികയും തമ്മിലുള്ള ഡീൽ. എന്താ അത്? അംബികയുടെ ഒരേ ഒരു മകൻ ദീപക് ഭരണ കസേരയിൽ ഇരുന്നാൽ അവനെന്താ കഴിക്കൂ? എന്താ അംബികയൊന്നും മിണ്ടാത്തേ? അല്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നെ ഇതൊക്കെ നടത്താൻ വേണ്ടിയല്ലേ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. ഈ ഡീല് അംബിക സമ്മതിച്ചോ ഇല്ലയോ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അത് ഞാൻ പറയാം. ബാക്കി കാര്യം കൂടെ പറയൂ. അംബികെ, അംബിക തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എനിക്ക് ഭരണവും കച്ചവടമൊന്നും വേണ്ട. പക്ഷേ ഭരിക്കും ഞാൻ എല്ലാവനെയും. പാർട്ടിയും സംസ്ഥാന ഭരണവും എന്റെ കീഴിലേക്ക് ഞാൻ കൊണ്ടുവരും. എനിക്ക് ആദരവ് വേണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. അതിന് ചേർന്ന ആളുകളെയാ ഞാൻ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കുതികാല് വെട്ടാതെ നിൽക്കാൻ പറ്റിയ ആളുകളെ. പണ്ടെനിക്ക് മന്ത്രിയാവണമെന്നും CM ആവണമെന്നും ഒക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നത്ര തലവേദന പിടിച്ച കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ദീപകിനെ മന്ത്രിയാക്കാമെന്ന് വാക്ക് തരുന്നത്. വെറുമൊരു മന്ത്രിയല്ല, CM.